നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വിശ്വസ്തരായ നേതാക്കളെ പ്രധാന വകുപ്പുകളുടെ ചുമതല ഏൽപ്പിച്ച് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി എത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം ആദ്യ ക്യാബിനറ്റിനെ പ്രഖ്യാപിച്ചത്. ദൈവം പറഞ്ഞാലേ താൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയുള്ളൂവെന്ന് വ്യക്തമാക്കി US പ്രസിഡന്റ് ജോ ബൈഡൻ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാദങ്ങളെ ബൈഡൻ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞയാഴ്ച അറ്റ്ലാന്റയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള TV സംവാദത്തിൽ ബൈഡൻ നടത്തിയ മോശം പ്രകടനമാണെന്ന വിലയിരുത്തലുകളും വന്നിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള വിവാദ റുവാൻഡ പദ്ധതി റദ്ദാക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള കെയർ സ്റ്റാർമറുടെ ആദ്യ തീരുമാനമാണിത്. റുവാൻഡ പദ്ധതി തുടങ്ങും മുൻപേ ഒടുങ്ങിയതാണെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഉക്രൈന്റെ കിഴക്കൻ ഡൊണൈറ്റ്സ് മേഖലയിൽ ഒരു ഗ്രാമം സൈന്യം പിടിച്ചെടുത്തതായി റഷ്യ വ്യക്തമാക്കി. ഉക്രൈന്റെ സൈന്യത്തെ തുരത്താൻ റഷ്യ സൈന്യം ശ്രമിക്കുന്ന ഡൊണൈറ്റ് മേഖലയാണ് ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടക്കുന്നതെന്ന് വ്യക്തമാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനെ ഫോൺ വിളിച്ച് അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരമായ പങ്കാളിത്തത്തിനും പ്രധാനമന്ത്രി ആഹ്വാനവും ചെയ്തു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിനായി പ്രവർത്തിക്കാൻ ഇരുവരും സമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. തെലങ്കാനയിൽ BRSന് വീണ്ടും തിരിച്ചടി. ഗഡ്വാൾ MLA ബണ്ട്ല കൃഷ്ണമോഹൻ റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നു. ഇതോടെ BRS വിട്ട് കോൺഗ്രസിൽ ചേർന്ന MLA-മാരുടെ എണ്ണം 7ആയി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജൂലൈ 8-ന് മണിപ്പൂർ സന്ദർശിക്കും. പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുന്നത്. കലാപബാധിതമായ പ്രദേശങ്ങളെ ക്യാമ്പുകളും സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നു. PCC നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. കാസർഗോഡ് പള്ളിക്കരയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. എസ്കോർട്ട് വാഹനത്തിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് വിവരങ്ങൾ. മംഗലാപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് അപകടം സംഭവിച്ചത്. പിന്നീട് അദ്ദേഹം മറ്റൊരു വാഹനത്തിൽ യാത്ര തുടരുകയും ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം അറിയിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളവ പുറത്തുവിടുന്നതിനോട് യോജിപ്പാണുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. അവസാന മിനിറ്റുകളിൽ തുർക്കി പ്രതിരോധത്തെ പൊളിച്ച് 2 തവണ ഓറഞ്ച് പട യൂറോ കപ്പിന്റെ സെമിയിലെത്തി. 1-ന് നേരെ 2 ഗോളുകൾക്കാണ് നെതർലൻഡ്സിന്റെ വിജയം. 1 ഗോളിനെ പിന്തുടർന്ന ഡച്ച് പട അവസാന നിമിഷം 2 ഗോളടിച്ചാണ് വിജയിച്ചത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.